ഗണപതിയുടെ ജനനശേഷം കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഉമാമഹേശ്വരന്മാർ വാനരരൂപികളായി വനത്തിൽ പ്രവേശിച്ചു. അവർ ആനന്ദത്തോടെ കാട്ടിൽ ആർത്തുലസിച്ചു കഴിഞ്ഞു. കുറച്ചുനാളുകൾ കഴിഞ്ഞ് ഗൗരി ഗർഭിണിയായി. എന്നാൽ വാനരാവസ്ഥയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പാർവതിക്ക് സന്തോഷമുണ്ടായില്ല. ദേവിയുടെ അപ്രസന്ന ഭാവത്തിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ച ശിവഭഗവാൻ തന്റെ യോഗശക്തിയാൽ പാർവതിയുടെ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തു. അനന്തരം വായുദേവനോട് കൽപ്പിച്ചു, എന്റെയും ഗൗരിയുടെയും വീര്യമായ ഈ ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കാൻ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു. ശ്രേഷ്ഠരായ ശിവപാർവതിമാരുടെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് ഭാഗ്യമായി കണ്ട് വായു ഭഗവാൻ സന്തോഷത്തോടെ ശിശുവിനെ ഏറ്റുവാങ്ങി. ഈ ശിശു ആരിലൂടെ ജനിക്കുമെന്ന സംശയത്തിൽ വായു ഭഗവാൻ ത്രിലോകങ്ങളിലും സഞ്ചരിച്ചു. അക്കാലത്താണ് കേസരി എന്ന വാനരരാജന്റെ പത്നിയായ അഞ്ജന പുത്രലാഭാർത്ഥം തപസ്സു ചെയ്യുന്ന വിവരം വായു ഭഗവാൻ അറിഞ്ഞത്. പ്രത്യക്ഷനായ അദ്ദേഹം അഞ്ജനയോട് പറഞ്ഞു, ഊഷരമായ നിന്റെ ഗർഭപാത്രത്തിനുള്ളിൽ അതുല്യ പ്രതിഭയുള്ള ഒരു ശിശുവിനെ ഞാൻ നിക്ഷേപിക്കുന്നു. അവനെ പരിപാലിച്ചു നീ വാഴുക. ആഹ്ലാദവതിയായ അഞ്ജന കൂപ്പുകൈകളോടെ ഗർഭം ഏറ്റുവാങ്ങി. ദിനങ്ങൾ കടന്നുപോയി. സൂര്യ തേജസ്വിയും ബലവാനുമായ പുത്രന് അഞ്ജന ജന്മം നൽകി. വാനരരൂപിയായ ആഞ്ജനേയൻ പിൽക്കാലത്ത് ഹനുമാൻ